പലവട്ടം ഊട്ടിയിലേക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ദിസ് ട്രിപ്പ് വാസ് സ്പെഷ്യൽ. സ്ഥിരം പോകുന്ന ബൊട്ടാണിക്കൽ ഗാർഡനോ ടീ ഫാക്ടറി ഒന്നും അല്ല ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്സ്. മറിച്ച് ടോയ് ട്രെയിനും കുന്നൂരും ഒക്കെയാണ്. രാത്രി 11 മണിയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തിരിച്ചു. ഒരു 5:30 ആയപ്പോഴത്തേക്കും കുന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ടോയ് ട്രെയിൻ വഴി ഞങ്ങൾ പോയത് ഊട്ടിയിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഊട്ടി ചെന്നു, ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീണ്ടും ബസ്സിന് വന്ന് കുന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് പോയത്. ഇത് കുന്നൂരിൽ തന്നെയുള്ള ഭവാനി എസ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിലേക്കുള്ള വഴി ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് ആ കാണുന്നതെല്ലാം ബ്ലൂബെറിയുടെ ഒരു എസ്റ്റേറ്റാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. പക്ഷെ ഞങ്ങൾ ദൂരത്ത് നിന്ന് കണ്ടു. നമ്മൾ താമസിച്ച ഈ കോട്ടേജ് ഭയങ്കര സ്പേഷ്യസ് ആണ്. കയറി വരുമ്പോൾ തന്നെയുള്ള ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞാൽ 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. രണ്ടിനും ബാൽക്കണിയും ഫ്രണ്ടിലേക്കുണ്ട്. അത് കൂടാതെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്പേസും കൂടി ഉണ്ട് ഇതിന്. ഈ കാണുന്നത് ഒരു അപ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ബെഡ് സ്പേസ് ആണ് അവിടെ. വൈകിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന് ഒരുമിച്ചിരുന്നു, വർത്താനം ഒക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു അവിടെ ഇരുന്നുള്ള സംസാരമൊക്കെ. സോ ഇതാണ്, കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ ഒത്തിരി ഏരിയ ഉണ്ട്. രാത്രി ആയപ്പോഴത്തേക്കും നമുക്ക് അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഡാൻസായി, പാട്ടായി, എല്ലാം മറന്ന് ഞങ്ങൾ ആ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പാകത്തിനുള്ള കുറേ മെമ്മറീസ് ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി. ഞങ്ങൾക്ക് രാത്രി ഫുഡ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പോൾ ആവശ്യമുണ്ട്, ഇപ്പോൾ അവർ തരുന്നതിലപ്പുറമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കിത്തരും. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതുപോലെ തന്നെ രാവിലെയും നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ ഒത്തിരി റിസോർട്ടുകളിൽ പലപ്പോഴും പോകുന്നവരാണ്. മൂന്നാറൊക്കെ വളരെ പൈസ മുടക്കി ഒത്തിരി റിസോർട്ടിൽ പോയിട്ട് കിട്ടാത്ത ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിവിടെ കിട്ടി. രാവിലത്തെ ക്ലൈമറ്റാണ് ഈ കാണുന്നത്. ഫുൾ കോടയായിട്ട് വേറൊരു ഭംഗിയായിരുന്നു. അതായത് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട റിസോർട്ടും ഒരു ഭംഗിയാണ്. അത് കഴിഞ്ഞ് കോട ഇറങ്ങിയപ്പോൾ വേറൊരു ഫീൽ തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സൊക്കെ മാറി വന്ന് ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചു. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്, ഈസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. സോ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരേ പോസ് തന്നെയാണ് എല്ലാവരും ഇടുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ ഇനിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. വളരെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കപ്പിൾസിനെയാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിസോർട്ടിന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഊട്ടിയിൽ വന്നു. അല്ലറ ചില്ലറ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഞങ്ങളുടെ ഫേബ കൊച്ചിനെ പേടിപ്പിച്ചതാണ് ഈ കണ്ടത്. അവൾ ശരിക്കും പേടിച്ചു പോയി. ഞങ്ങളെല്ലാവരും, ഞാനും അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഈ ഒച്ചും ബഹളമൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ എന്നെയും പേടിപ്പിക്കാൻ നോക്കി അവർ. പക്ഷെ ഞാൻ ആരാ മോള്, ഞാനിതൊക്കെ എത്ര കണ്ടേക്കണം. നമ്മളത് കണ്ടൊന്നും പതറിയില്ല. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴി പാലക്കാട് നമ്മുടെ മസാല സോഡ, മദർലാൻഡ് മസാല സോഡ കുടിച്ച് ഞങ്ങൾ പോന്നു.